പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് വേറെ ഒന്നുമല്ല. ഞാൻ ഈ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾഡ് പഴയ കാലത്തെ കുറച്ച് ആൽബം സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ സെയിം സംഗതിയാണ് നമ്മൾ പണ്ട് കേട്ടുകൊണ്ടിരുന്ന കുറച്ച് സംഗതിയിലോട്ടാണ് പോകുന്നത്. ഈ ദൂരദർശൻ എന്ന് പറഞ്ഞ ചാനൽ എല്ലാവർക്കും നമുക്ക് ഏഷ്യൻ്റുണ്ട്, സൂര്യയുണ്ട്, അങ്ങനെ കുറേ മൈൻഡ് മനോരമ, അങ്ങനെ കുറേ ചാനൽസൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം പണ്ടുണ്ടായിരുന്നത് ദൂരദർശനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പം എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അന്നത്തെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് സീരിയലിലെ പാട്ട്, കാർട്ടൂൺസ്, അങ്ങനെ ദൂരദർശനെ ഇഷ്ടപ്പെട്ടിരുന്ന കുറച്ച് കാലഘട്ടമായിരുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു ദൂരദർശൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഇതേ മെമ്മറികൾ ഇന്ന് സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഉള്ള ഒരു സീരിയലുകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ജ്വാലയായി വലയം തുടങ്ങിയ സീരിയലാണ്. ഓക്കെ, പിന്നെ ഈ ജ്വാലയായില്ല ഒരു മെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സോങ്ങാണ്. യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഇപ്പോഴും കാണാൻ പറ്റും. ഇതൊക്കെ ജ്വാലയായില്ല തുടങ്ങുന്ന ടൈറ്റിൽ സോങ് മകരം മഞ്ഞിൽ പൊങ്ങും എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. പിന്നെ ഭയങ്കര ഒരു ഫീലുള്ള ഒരു സോങ്ങാണ്. വെച്ചാൽ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ സങ്കടപ്പെടാം, അങ്ങനത്തെ ഒരു ഫീല് അല്ല. ഇപ്പോൾ നമ്മൾ പഴയ മെമ്മറിയെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണ്, പഴയ കാലത്തെ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പറ്റിയ സോങ്ങാണ്. ഭയങ്കര ഫീൽ ഗുഡായിട്ടുള്ളൊരു സോങ്ങാണ് കേട്ടോ. അതിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ടതാണ് ഞാൻ പറയുന്നത് കാലത്തത്. അതുപോലെ തന്നെ അന്നത്തെ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പകിട പമ്പരം എന്ന് പറഞ്ഞിട്ട് അതാണ് അന്നത്തെ ഒരു കോമഡി ആയിട്ടുള്ള ഒരേ ഒരു സീരിയൽ എന്ന് പറയുന്നത്. പകിട പമ്പരം എന്ന് പറഞ്ഞിട്ട് നൈറ്റാണെന്ന് തോന്നുന്നത് വരുന്നത്. അവർ കാണിക്കുന്ന ഒരു കോമഡി ഡ്രാമ സീരിയലാണ്. ഇന്നത്തെ നമ്മുടെ എനിക്ക് തോന്നുന്നത് ഇപ്പം കോമഡി ആയിട്ടുള്ള കോമഡി സ്റ്റാർസൊക്കെ വരുന്നതിന് മുമ്പത്തെ പണ്ടത്തെ ഒരു കോമഡി അന്ന് ഒരു ദൂരദർശനിലുണ്ടായിരുന്നത് പകിട പമ്പരമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് ഏറ്റവും സീരിയലിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഡോക്യുമെൻ്ററി പോലത്തെ ഒരു സംഗതിയാണ്. എനിക്കൊന്നും ഓർമ്മ ചെറുതായിട്ടുള്ള ഒരു പെൺകൊച്ച് അവൾ അച്ഛൻ വന്നിട്ട് കാടിങ്ങനെ കത്തിക്കുന്നു. അതൊക്കെ കാണുന്നവരൊന്നും ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മിക്കുന്നവരുണ്ടോ എന്ന് അറിയത്തില്ല, അപ്പോൾ കാണും. എന്തെങ്കിലും ഈ വീഡിയോസൊക്കെ കാണുന്നവരുടെ കൂട്ടത്തിൽ ഇത് അങ്ങനെയുള്ള മെമ്മറി ഉണ്ടായിരുന്നവർ സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ദയവായി അത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആ ടൈമിലൊക്കെ എന്നുവെച്ചാൽ ഒരു പെൺകുട്ടി ഇങ്ങനെ കടലിലൂടെ നടന്ന് പോകുന്നു, നമുക്കൊരു കിളിക്കുഞ്ഞിന് എന്തോ കിട്ടുന്ന ഒരു സീനാണ്. അവൾ ഇതും കൊണ്ടിട്ട് അങ്ങ് നടക്കുന്നതിന് വെള്ളമൊക്കെ കൊടുക്കുന്നു. അവൾ അച്ഛൻ എന്തോ കാട് കത്തിക്കുന്നു. അതിൻ്റെ ഇടയിൽ ആ കുഞ്ഞിക്കിളിയുടെ ഇതൊക്കെ പാരൻസ് ആണെന്ന് വെച്ചാൽ കിളിയുടെ അമ്മ അച്ഛനൊക്കെ മരിച്ചു വന്നു, ആ കിളി മരിച്ചു എന്നതിനെ പോലെ എന്തോ കാണിക്കപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ കിളിയെ കൊണ്ട് ഇയാളെ മോള് ഇങ്ങനെ മാറി നിൽക്കുന്നു. അപ്പോൾ അച്ഛൻ തീയൊക്കെ അണയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് കേട്ടോ. അതിന്നും ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നുന്ന ഒരു മ്യൂസിക് വീണ കേൾക്കുമ്പോൾ പക്ഷേ ഭയങ്കര മെമ്മറിയാണ്, മനസ്സിലായോ? അങ്ങനത്തെ ഒരു സംഗതിയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സീരിയൽസിൻ്റെ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരുന്നതാണ് ഇതിൻ്റെ പോലും ചിത്രഗീതം എന്ന് പറയും. അറിയാതിരിക്കും കണ്ടിട്ടുള്ളവർക്ക്. നൈറ്റാണെന്ന് തോന്നുന്നു ചിത്രഗീതം. ഒരു സ്ഥിരമായിട്ട് കുറേ സോങ്സ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. എനിക്ക് തോന്നുന്നു ഹിന്ദി ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയുള്ളൂ, ഉണ്ടെന്ന് തോന്നുന്നു. ഏത് ദിവസം രാവിലെയാണെന്ന് തോന്നുന്നു, രാവിലെ വൈകിട്ട് ഏതോ ഒരു ദിവസം, എനിക്കൊന്ന് സൺഡേ ആണെന്ന് തോന്നുന്നു. സൺഡേ രാവിലെ ഹിന്ദി ഉണ്ട്. എൻ്റെ ചേച്ചിയൊക്കെ ഇരുന്ന് കാണുന്ന ഒരു ഓർമ്മ വരുന്നുണ്ട്. അവരൊക്കെ ആ ട്രെൻഡിൽ ഹിന്ദി ഷാറുഖ് ഖാൻ ഫാൻസൊക്കെ ആയിരുന്നു. ഞാനൊക്കെ പറഞ്ഞ കുഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയിൽ ചിത്രഗീതമാണ് ഉണ്ടായിരുന്നത് ഇച്ചിരി ഇതായിട്ടുള്ളത്. ചിത്രഗീതത്തിലെ കുറേ സോങ്സ് വരും കേട്ടോ. മിക്കവാറുള്ളൊരു പുതിയ പാട്ടുകളൊക്കെ ചിത്രഗീതത്തിലാണ് നമ്മളന്ന് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റുമായിട്ട് വരുന്നതാണ് വേറെ അറിയാവുന്ന സീരിയൽ എന്ന് വെച്ചാൽ ഓം നമഃ ശിവായ രാത്രി. അപ്പോൾ ശിവനെ ഇങ്ങനെ കളിക്കുന്നത്, ആ തീക്കകത്ത് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഓം നമഃ ശിവായുടെ ഒരു മ്യൂസിക് ഉണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ഭക്തിമയം ആയിട്ടുള്ള ഭയം ഒക്കെ തോന്നിപ്പോവും. ആ രീതിയിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ജയ് ഹനുമാൻ വരും. ജയ് ഹനുമാൻ മസ്റ്റായിട്ട് കണ്ടിട്ടേ കിടക്കത്തുള്ളൂ. ജയ് ഹനുമാൻ എന്നുള്ളൊരു മ്യൂസിക്കൊക്കെ ആയിട്ട് തുടങ്ങും. ഹനുമാൻ്റെ ഒരു സീരിയലാണ്. പിന്നെ സൺഡേ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് വിഷ്ണു പുരാണം എന്ന് പറഞ്ഞൊരു സീരിയലുണ്ടായിരുന്നു. വിഷ്ണു പുരാണത്തിൽ എന്ന് വെച്ചാൽ കറക്റ്റും ഈ മഹാഭാരതത്തിൻ്റെ കഥയാണെന്ന് തോന്നുന്നത് കാണിക്കുന്നത്. വിഷ്ണു പുരാണത്തിൻ്റെ സീരിയൽസിൻ്റെ അതിൻ്റെ ഒരു ഹിന്ദി സോങ്ങാണ്, നൈസാണ് അത് കേൾക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇതിത്രയാണ് അന്നത്തെ ഒരു ടൈമിൽ വരുന്ന ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇച്ചിരി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഓർമ്മകളിൽ ഇന്ന് സൂക്ഷിക്കുന്നത്. പിന്നെ എനിക്കതൊരു പ്രയാസീരിയലുണ്ടായിരുന്നു ഒരു സംഭവം കൊണ്ട്. പിന്നെ അതിൻ്റെ മ്യൂസിക് കേൾക്കുമ്പോഴേ ഓടിക്കളയും, അയ്യോ അത് വെക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പേടിച്ച് ഓർമ്മ വരുന്നുണ്ട്. അതും ഉണ്ടായിരുന്നു അതിനകത്ത്.
പിന്നെ എനിക്ക് തോന്നുന്നു വേറെ ആയിട്ട് ആലോചിച്ചാൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ സൺഡേ തോന്നുന്നു സിനിമ ഉണ്ടായിരുന്നു. അന്ന് സിനിമ കാണാനൊക്കെ അടുത്തുള്ള വീട്ടിലൊക്കെ പോകുന്നത് എന്നും ഓർമ്മയുണ്ട്. ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കളിക്കാനൊക്കെ പോകുന്നൊരു കൂട്ടുകാരുണ്ടായിരുന്നു വീട്ടിൽ. അതിൻ്റെ കൊച്ചാണ് നമ്മളെല്ലാവരും സ്കൂളിൽ കഴിയുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലാണ് പോയി ടി വി വെച്ച് കളർ ടി വി ഉള്ളത്. നമ്മളെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു ഒരു ടൈമിൽ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്താ പറയുന്ന മറ്റേ ഏരിയലും സംഗതിയൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പം നമ്മളിത് ഏരിയയിലനക്കുമ്പോൾ ഞാൻ വിചാരിച്ചാൽ ടി വിക്കകത്തോടെ കാക്ക പറന്ന് പോകുന്നതാണ് കുഞ്ഞിൽ വിചാരിക്കുന്നത്. കുറേ കാക്കകൾ, വെള്ള കാക്ക, കറുത്ത ഇത് കാക്ക, ഇങ്ങനെയൊക്കെ വെച്ച് ഏരിയയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അങ്ങനത്തെ രീതിയാണ്. അപ്പം നമ്മളെ വീട്ടിൽ തൊട്ട് താഴത്തെ വീട്ടിലാണ് കളറുള്ളത്. അപ്പോൾ ഈ കളറുള്ള ഇത് കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പോവും. അപ്പോൾ ഓടിപ്പോയി നമ്മളതെല്ലാം കണ്ടിട്ട് നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് കളർ ടി വി എടുക്കുമായിരുന്നു. അപ്പോഴാണ് ആദ്യം ഞാൻ അന്ന് വരെ എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കറുപ്പും വെളുപ്പും നിറത്തിലാണ് ഈ ടി വിയിൽ കൂടെ കാണുന്നത്. പെട്ടെന്ന് ഈ ഒരു കളർ അയ്യോ അവരെ വീട്ടിൽ മാത്രമല്ലേ ഉള്ളൂ, ഇവിടെയും കളർ വരുമോ എന്നൊക്കെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ അന്ന് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ഒരു ടൈമാണ്. എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ കണ്ട ഒരു ഫസ്റ്റത്തെ ഒരു മൂവി എന്ന് പറയാനായിട്ട് ടി വി കൂടെ കണ്ടത് മഴവില്ലെന്ന് പറയും. നമ്മുടെ പൊന്നോലത്തും ബി എന്ന് പറയുന്നത് കുഞ്ചാക്കോയും വിനീതിൻ്റെയൊക്കെ അവരുടെ ഒരു സിനിമയാണ് ഫസ്റ്റായിട്ട് ഞാനിങ്ങനെ കാണുന്നൊരു സിനിമയെന്ന് പറയാൻ ടി വിയിൽ വന്നിട്ടെന്ന് വെച്ചാൽ കളർ മൂവിയിൽ ഞാൻ കണ്ട സിനിമ എന്ന് പറയാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ദൂരദർശൻ്റെ തന്നെ ഒരു സെയിം ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഹിന്ദി രീതിയിൽ സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു ഹിന്ദി. അതിനൊരു മ്യൂസിക്കൊക്കെ ഭയങ്കര രസമുണ്ട്. പ്രാവൊക്കെ വന്ന് പറഞ്ഞിരിക്കും. പക്ഷേ എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ദൂരദർശൻ്റെ ഹിന്ദി ദൂരദർശനം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതിനകത്താണെന്ന് തോന്നുന്നു അത് കേൾക്കുന്നതെന്ന്. എൻ്റെ പേരെനിക്കൊന്നും അറിയാം. കുറേ നാളത്തെ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് കിട്ടാൻ വഴിയുണ്ടോ എന്നൊക്കെ യൂട്യൂബിൽ ആ ഒരു പാട്ടൊക്കെ കിട്ടാം. പക്ഷേ കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ കാർട്ടൂണിലോട്ട് വരികയാണെങ്കിൽ ഹീമാൻ തന്നെയാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം വരുമ്പോൾ ഹീമാൻ ചുമ്മാരും കൊണ്ട് അതിൻ്റെ മ്യൂസിക് വാളം തുറന്നിരിക്കുന്നത് കാണുമ്പോൾ അത് കാണാത്ത നമ്മുടെ പ്രിയപ്പെട്ട കാർട്ടൂൺ എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശക്തിമാൻ, എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ട് ശക്തിമാനും ഗംഗാധറും ഇവർ ആ ഒരു ചുറ്റിക്കളി ഇങ്ങനെ കറങ്ങുന്നതും അതൊക്കെ അന്നത്തെ കാലത്ത് നമ്മുടെ സൺഡേയിലത്തെ മസ്റ്റായിട്ടുണ്ടായിരുന്നതാണ് ശക്തിമാൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ വലിയ ഓർമ്മകളൊന്നും അങ്ങനെ വരുന്നില്ല. പൊതുവേ ഇത്രയും കാര്യങ്ങളാണ് എടുത്തു പറയാനായിട്ട് ദൂരദർശൻ എന്ന് പറയുന്ന ഒരു സംഗതി. വെച്ചാൽ രാത്രി പിന്നെ ഇത്രയും സമയം കഴിയുമ്പോൾ ദൂരദർശനത്തിൻ്റെ ഒരു പ്രോഗ്രാം ഇല്ല. അതൊക്കെ ആലോചിച്ചൊക്കെ ഇന്നത്തെ പിള്ളേർക്ക് സന്തോഷിക്കാം. വെളുക്കണവരെയും പരിപാടികളേ ഉള്ളൂ. പണ്ട് നമുക്ക് ആകാശവാണിയിലാണെങ്കിലും ചെയ്യുന്നുണ്ട്. ഇതേ ദൂരദർശൻ്റെ കൂടെ തന്നെയാണ് ആകാശവാണി എന്ന് പറയുന്നത്. എൻ്റെ പൊന്നു, എന്നെ സംബന്ധിച്ച് ഇന്നും റെഡ് എഫ് എം വന്നിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്, എല്ലാം വന്നാലും അനന്തപുരി വന്നാലും. പക്ഷെ നമ്മുടെ ആകാശവാണിയുടെ പണ്ടത്തെ ആ ഒരു രാവിലത്തെ ഭക്തിഗാനങ്ങൾ കേട്ട് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈം അറിയാൻ പറ്റത്തില്ല. ആകാശവാണിയിൽ ഇടുന്ന ഓരോ പാട്ടും ഓരോ പ്രോഗ്രാമും ഇനി ഇത്ര സമയമായി എന്നൊക്കെ പറയില്ല. ഇത് വെച്ചാണ് ഞാനൊക്കെ ഒന്ന് സ്കൂളിൽ പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു ഫേമസ് ഒരു ഹിന്ദിയുടെ ഒരു ഡബ് ചെയ്തിട്ടുണ്ട്, രാവിലെ സ്കൂളിലേക്ക് എന്നൊരു പാട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ എന്താണെന്ന്. അല്ല ഹിന്ദിയൊക്കെ എനിക്ക് ഓർമ്മ. ഇപ്പം അതിൻ്റെ മലയാളമാണ് ദൂരദർശനിലെ ആകാശവാണി കേൾക്കുന്നത്. അപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം 9 മണി ആവാറായി, സ്കൂളിൽ പോകാറായിട്ടുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ വരുന്നത്. ആകാശവാണിയുടെ നൈറ്റ് രാത്രി ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു പിന്നെ അങ്ങോട്ട് ഹിന്ദി പാട്ടൊക്കെയാണ് കൂടുതലും വരുന്നത് ഏകദേശം കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ആകാശവാണി ഇതേപോലെ തന്നെയാണ് കുറേ സോങ്സ്. ഏറ്റവും കൂടുതൽ സോങ്സ് വെക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ സത്യം അവിടെ വെടിവെട്ടി നമുക്ക് അങ്ങനെയൊക്കെ പറയാം. അപ്പം ആകാശവാണി തന്നെയാണ് കേട്ടോ കുറേ സോങ്സ്. ഞാൻ ഇന്നും ഏകദേശം നമ്മളെ മൈൻഡ് ഓക്കെ അല്ലാതെ നമുക്കത് വിഷമം കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ സോങ്ങിനെ ആശ്രയിക്കുന്ന ഒരാളാണ്. അപ്പോൾ യാത്രയിലാണെങ്കിലും ഇടയ്ക്കാണെങ്കിലും പാട്ട് കേൾക്കാണ്ട് രാത്രി പാട്ട് കേട്ട് കിടന്നുറങ്ങുന്ന അങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആകാശവാണിയിലുള്ള പഴയ പാട്ടുകൾ തന്നെയാണ് എനിക്ക് ഏകദേശം കൂടുതലായിട്ടും അറിയാവുന്നതും ഞാൻ കേട്ട് പരിചയപ്പെട്ടത്. എനിക്കൊന്നും വീട്ടിലാണെങ്കിലും ഒരു ഇച്ചിരി നന്നായിട്ടുള്ള പഴയകാല ഗാനങ്ങൾ എനിക്ക് എൻ്റെ പ്രായത്തിലുള്ള മിക്കവർക്കും അറിയത്തില്ല. പക്ഷേ എനിക്കൊന്ന് ഏകദേശം മിക്കതും അറിയാം. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ചെമ്പകപ്പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കൽ രാട്ടിടയൻ തപസ്സിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്. പണ്ടത്തെ കാലത്ത് നസീറിൻ്റെ ടീമിലൊക്കെ ഉള്ള ഒരു പാട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ ഇച്ചിരി ബെറ്ററെന്നല്ല മനസ്സിൽ തോന്നുന്ന ഒരു പാട്ടുള്ളതെന്ന് പറയുമ്പം നീ വധു പകരും എന്നല്ലാതെ എല്ലാവർക്കും അറിയാം, മലർച്ചൊരിയോ അനുരാഗചന്ദ്രി. പക്ഷേ ഇതിലൊരു സെക്കൻഡ് പോർഷൻ ഉണ്ടോ, അടിപൊളിയാണ് കേൾക്കാനായിട്ട് കേട്ടോ. അത് ഭയങ്കര രസമായിട്ട് ഹാർട്ട് ടച്ച് ചെയ്യുന്ന കുറച്ച് സോങ്സ് ആ ഒരു വരികളെന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ഒരു ശാരദയുടെ ഒരു സിനിമയാണ് തോന്നുന്നു, ഗന്ധർവ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് കേട്ടോ. അന്നത്തെ കാലത്ത്
അതിലെ ഒരു വസുമതി എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, അതും ഭയങ്കര രസമുള്ള സോങ്ങാണ്. പിന്നെ ദേവി നിൻചിരിയിൽ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, കുളിരോ പാലൊളിയോ. അപ്പം ഇങ്ങനെ തുടങ്ങിയ പണ്ടത്തെ നസീറിൻ്റെ ടൈമിലുള്ള സോങ്സ് ഉൾപ്പെടെ ഞാൻ എങ്ങനെ പഠിച്ചു അല്ലെങ്കിൽ എങ്ങനെ കേട്ട് ഇത്ര അഡിക്റ്റ് ആയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആകാശവാണിയുടെ ക്രെഡിറ്റാണ്. ആകാശവാണിയിലൂടെ അന്ന് കേട്ട കുറേ സോങ്സാണ് ഇന്നും എനിക്ക് അറിയാവുന്നതും ഞാൻ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള സോങ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പണ്ടത്തെ കാലത്തെ നല്ല മെമ്മറികളും ഇന്നും ഞാൻ സൂക്ഷിക്കുന്നതുമായിട്ടുള്ള കുറേ മെമ്മറികളെന്ന് പറയുന്നത്. ഇതുപോലെ എന്നെപ്പോലെ എവിടെയെങ്കിലും ഒരാൾ ഇതേപോലെ സോങ്സിൽ ഇഷ്ടപ്പെടുന്നവർ എവിടെയെങ്കിലും കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇട്ടത്. അപ്പം ഇതേപോലെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഞാൻ ഇതേപോലെ ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ നൈസായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ ഉണ്ടെങ്കിൽ പണ്ടത്തെ കാലത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ അടുത്ത വീഡിയോ